ഹലോ ഗൈസ്, എന്തായാലും ഇന്നലെ നിങ്ങൾക്ക് അറിയണ പോലെ തന്നെ ഞാൻ എൻ്റെ ഈ ഫാം ഇവിടെ നിന്ന് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഈ ഒരിടം ഞാനൊന്ന് വൃത്തിയാക്കുകയും കൂടി ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരിടം ഞാൻ ഇങ്ങനെ ഒന്ന് മൂടിയിട്ടുണ്ട്. എന്താ വെച്ചാൽ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം, ഞാൻ ഒരു സോമ്പിൻ്റെ കൈ കൊണ്ട് അടി കെട്ടി ചത്തിട്ടുണ്ട്. എന്തായാലും ഇത് വെച്ചതുകൊണ്ട് ഇനിയിപ്പോൾ ആ ഒരു പ്രശ്നം എനിക്കില്ല. അതുപോലെ ക്രീപ്പർ സ്പോണാണെങ്കിൽ അവിടെ പൊട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ക്രീപ്പർ സ്പോണായ എനിക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് മാറിയെന്ന് അതിൻ്റെ നിന്ന് ആ ഒരു പൊട്ടിത്തെറിക്കുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാവല്ലോ, ആ സംഭവം ഒഴിവാക്കാം. എന്തായാലും ഞാൻ അതിന് വേണ്ടി ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കില്ല. അതേപോലെ എന്തെങ്കിലും മോബൊക്കെ സ്പോണാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള എന്തെങ്കിലും മോബ് സ്പോണാണെങ്കിൽ ഈ സാധനം തുറക്കുന്നു, അതെന്ത് മോബാണോ അതിൻ്റെ തീറ്റേൻ്റെ കൈ പിടിക്കുന്നു, നേരെ ഇങ്ങോട്ട് കൊണ്ടിരുന്നു, അതിൻ്റെ അകത്തിടുന്നു. എന്തായാലും ഇന്ന് ഞാൻ ഇത്ര ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഈ ഒരിടം ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. രാത്രി അവറിയില്ലേ. എന്തായാലും കുറച്ച് ടോർച്ച് എടുത്ത് വിളിക്കുക, അല്ലെങ്കിൽ വല്ല മൊബ് സ്പോണേ. അപ്പോൾ ഞാൻ പിന്നെ ഈ ഒരിടം ഒന്ന് വൃത്തിയാക്കി കൊണ്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എന്നാലും ഇതിൻ്റെ മണ്ടേ ഒരു ടോർച്ച് വയ്ക്കാം. ഓക്കെ, റെഡി. ഇവിടെയും കൂടി ഇവിടെ അമ്മ സ്പോണാവാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. ഓക്കെ, ഇവിടെയും കൂടി ഒരു ടോർച്ച് വെച്ചാൽ ഓക്കെ, റെഡി. എന്തായാലും ഇന്നത്തെ പരിപാടിയിൽ ഞാൻ കുറേ നേരം ആലോചിച്ചിട്ടാണ് ഉറപ്പാക്കിയത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് കാണുന്ന ചെസ്റ്റൊക്കെ ഇപ്പോൾ ഒന്ന് അലങ്കോലായി കിടക്കുകയാണ്. ഒരു വലിയത് വൃത്തിയൊന്നുമില്ല. ഏത് ഐറ്റംസ് ആണെന്ന് നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവുന്നൊന്നുമില്ല. അതുകൊണ്ടാണ് ഇത് ഈ ഒരു ഏരിയയിലേക്ക് ഞാൻ എൻ്റെ സ്റ്റോറേജ് റൂം എടുക്കുമ്പോൾ ഇവിടേക്കൊരു സ്റ്റോറേജ് റൂം ഞാൻ വെക്കാൻ പോവാം. ഞാൻ ആദ്യം വിചാരിച്ചത് എൻ്റെ വീടൊക്കെ റെഡിയാക്കിയിട്ട് ഒരു സ്റ്റോറേജ് റൂമൊക്കെ മതി എന്നാണ്. പക്ഷേ പിന്നെ ഞാൻ ഒന്നും കൂടി ഇരുന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, വീടുണ്ടാക്കാനുള്ള ഐറ്റംസ് ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. അത് എനിക്ക് കുറച്ചൊരു പണി വരും. അതുകൊണ്ട് തന്നെ ആദ്യം നമുക്ക് ആ സ്റ്റോറേജ് റൂം അങ്ങ് റെഡിയാക്കാം. ഇപ്പം നമ്മുടെ ചെസ്സിനകത്ത് എന്തൊക്കെയാണുള്ളതെന്ന് എന്തൊക്കെയാണ് ഇല്ലാത്തതെന്നൊന്നും നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ മനസ്സിലാവുന്നില്ല. അവിടെ ഒരു എന്താ പറയുക, ഇതിപ്പോൾ എന്തിൻ്റെ ഐറ്റംസ് ആണെന്നൊന്നും പറയാനൊന്നും പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് എന്തായാലും ആ പരിപാടിയായിട്ട് വന്നത്. ഓക്കെ, എന്തായാലും ഇന്ന് നമുക്ക് കുറച്ചും കൂടി ആ ഡെർട്ട് വേണമായിരുന്നു. അയ്യോ, ആ ഡെർട്ട് കുറച്ചും കൂടി കിട്ടായിരുന്നെങ്കിൽ നമുക്ക് ആ ഒരിടത്തേക്ക് അതൊന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് അവിടെ റെഡിയാക്കായിരുന്നു. എന്തായാലും ഇങ്ങനെ വെച്ചുകൊണ്ട് എനിക്ക് ഈ മോബൊന്നും വന്ന് എന്നെ കൊല്ലാൻ വരുന്നുള്ള പേടിയൊന്നും വേണ്ട. കാരണം ഈ ഇടന്നെ സേഫായി വെച്ചോളും. നമുക്ക് എന്തായാലും വീണ്ടും ബ്ലോക്ക് പൊട്ടിക്കാൻ തുടങ്ങാം. കുറച്ച് ഡേർട്ട് കിട്ടുന്നവരെ എന്തായാലും സൂക്ഷിക്കണം പൊട്ടിക്കാൻ. അവന്മാരെങ്ങാനും സ്പോണായ എൻ്റെ കാര്യം തീരുമാനമായി. വലിയൊരു ഡിസഡ്വാൻറ്റേജ് ഇന്നലെയും കൂടി ഉണ്ടായതാണ്. എൻ്റെ അയണൊക്കെ താഴെ പോയി. ഇനിയിപ്പോൾ ആ അയൺ എന്തായാലും തിരിച്ചു കിട്ടില്ല. നമുക്കുള്ള അയണൊക്കെ ഒന്ന് എടുത്ത് ഈ ചെസ്റ്റിനകത്ത് വേഗം വെച്ചേക്കാം. എങ്ങാനും ഞാൻ ചത്ത ഇതും കൊണ്ടായിരിക്കും ഞാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ആ പിക്കാക്സും കൂടി, ആക്സും ഉണ്ട്, പിക്കാക്സും ഉണ്ട്. ഓക്കെ, ഓ സോറി, ആക്സ് അല്ലേ ഇത്. ഇനി നേരെ ഇതൊന്ന് പൊട്ടിക്കാം. അവന്മാരെങ്ങാനും സ്പോണായ എൻ്റെ കാര്യം തീരുമാനമാവും. ഓക്കെ, ഇതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ വെച്ചത്. ഇവന്മാരെല്ലാം ഇങ്ങനെ സ്പോണായിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇത് ഇതിൻ്റെ അകത്ത് കൊണ്ടൊന്നൊന്ന് വെക്കുകയാണെങ്കിൽ ആ പണിയും കൂടി അങ്ങ് തീർന്നെ. വയർ നമുക്ക് സ്മെൽറ്റ് ചെയ്യാൻ വയ്ക്കാവേ, അതാണ് നല്ല ഐഡിയ. അല്ലെങ്കിൽ അല്ല, കുഴപ്പമൊന്നുമില്ല. എന്നാലും വെറുതെ എന്തിനാ പണി വയ്ക്കുന്നേ. ഇവിടെ ഇതും കൂടി വെച്ചാൽ ഓക്കെ, വീണ്ടും മൈൻ ചെയ്യാൻ തുടങ്ങാം. നമുക്ക് എന്തായാലും ഒരു വുഡ് ഫാം നമുക്ക് തുടങ്ങുന്നത്, ട്രീ ഫാം തുടങ്ങുന്നുണ്ടേ. അതൊരു നല്ലൊരു ഇതാണ്. ഒരു ചെസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഈശ്വര, അതിനകത്ത് നല്ല എന്തിനു തരണേ. നമുക്കൊരു റിബിന് ട്രിം കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് എന്തെങ്കിലും ആവശ്യം വരും ഗൈസ്. ആവശ്യം വരുന്ന കുറേ ഐറ്റംസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആവശ്യം വരുന്ന കുറേ ഐറ്റംസ് ഇപ്പം തന്നെ നമുക്ക് കാണാൻ പറ്റും. എൻ്റെ ഇത് ജസ്റ്റ് ഫുൾ ആവാറായിട്ടുണ്ട്.
ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എനിക്കിതേ അങ്ങോട്ടൊരു സ്റ്റോറേജ് റൂം റെഡിയാക്കണമെന്ന്. ഈ എപ്പിസോഡിൽ അത് നടക്കുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. നടക്കും, അല്ല നടക്കുമായിരിക്കും, ഉറപ്പാണ്, നടക്കും. നടന്നാൽ മതിയായിരുന്നു, എങ്കിൽ എനിക്ക് സമാധാനമായേനെ. എനിക്കിപ്പോൾ ഒരൊറ്റ ആഗ്രഹമുള്ളൂ, ആ ക്രീപ്പർ എന്ന് പറഞ്ഞവൻ സ്പോൺ ആവരുത്. ഈ കേബയോമേണി ഒന്നുമില്ല, ഒരു കേബയോമേടി ഇതൊന്നും സ്പോണാവൂലേ? ഡർട്ട് കേവല്ലേ, കേവിൻ്റെ അകത്തുള്ള ഡർട്ട് തന്നെ. ഓക്കെ, അതൊരു പണിയാവോ? ഇല്ല, കിട്ടും, എവിടെ നിന്നൊക്കെ കിട്ടുമല്ലോ. ഓക്കെ, ഞാനിപ്പോൾ ഒരു കാര്യം കൂടി ഓർക്കുന്നത്, ആ ട്രീ ഫാം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഡർട്ട് ആവശ്യമുണ്ട്. പക്ഷേ ഡർട്ട് ഇപ്പോഴും നമ്മുടെ കയ്യിലില്ല. ഓക്കെ, എന്നാലും അതൊരു പണിയാണ്. പുതിയ ചെസ്റ്റ് കൂടി വന്നിട്ടുണ്ട്, എന്താ നോക്കി നോക്കാം. ഒരു ഷീൽഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ആവശ്യം വരും, പക്ഷേ ഇപ്പം ഞാനത് ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടില്ല. കാരണം സേഫായിട്ട് അവിടെ ഇരുന്നുണ്ട്. ഒരു ചെസ്റ്റും കൂടി ആവശ്യമുണ്ടല്ലോ എനിക്ക്. തൽക്കാലം ഈ ചെസ്റ്റ് എടുത്ത് അയ്യോ ഇങ്ങനെ വെക്കാം. ഓക്കെ, ഇനി ഐറ്റംസ് ഒക്കെ എടുത്തത് ഇതിൻ്റെ ഇത് രണ്ടും കൂടെ കയ്യിലുണ്ട്. ഓക്കെ, ഇതുകൊണ്ട് സ്മെൽറ്റ് ചെയ്യാൻ നമുക്ക് വയ്ക്കാം, അതാണ് നല്ലത്. ഓക്കെ, ഇനി വീണ്ടും പൊട്ടിക്കൽ പരിപാടിയിലേക്ക്. എവിടെ നിന്നെങ്കിലും ആ ഡർട്ട് കുറച്ച് കിട്ടിയിരുന്നെങ്കിൽ എനിക്കൊരു സമാധാനമായേനെ. പക്ഷേ നമ്മുടെ ഭാഗ്യം അത് നമ്മളെ വിട്ടുപോകില്ല. എവിടെയെങ്കിലും കിട്ടാതിരിക്കില്ല, കിട്ടും. ഒരു സ്പൈഡർ സ്പോണായിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഈ നൈറ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, എന്തായാലും എന്തെങ്കിലും ഇപ്പോൾ റെഡി ആക്കണം നമുക്ക്. തൽക്കാലം ഈ വുഡ് കുറച്ചുകൂടി പൊട്ടിച്ച് ആരുടെ ഡേർട്ട് കിട്ടുമെന്ന് നോക്കാം. എന്നിട്ട് ഈ ഐറ്റംസൊക്കെ എടുത്ത് ഇവിടേക്കൊരു പ്ലാറ്റ്ഫോം റെഡിയാക്കി ഇവിടെ നമുക്ക് നമ്മുടെ സ്റ്റോറേജ് റൂം റെഡിയാക്കണം. എന്തായാലും നടക്കാതിരിക്കുന്ന നടക്കും. ബാക്ക് ടു പൊട്ടിക്കൽ. ഈ ഒരു പെട്ടി വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താ കിട്ടാവോ? ഓക്കെ ഗായ്സ്, എന്തായാലും ഒരു സന്തോഷമൊക്കെ പറഞ്ഞിട്ട് എനിക്കിന്നൊരു കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കാമല്ലോ അല്ലേ? പറ്റും, ഉണ്ടാക്കാൻ പറ്റും. യെസ്, പറ്റും. ഓക്കെ, ഇപ്പോഴൊരു സമാധാനമായത്. ഇനിയിപ്പോൾ എനിക്ക് ഡർത്തൊന്നും വേണ്ട, കോബിൾ സ്റ്റോണിൻ്റെ ആ ഒരു ഏരിയ റെഡിയാക്കാം. ഇനി മൈനിങ്ങിന് ഒന്നിനു മുമ്പ് ഈ ഒരിടം ഞാനൊന്ന് റെഡിയാക്കട്ടെ. എന്തായാലും കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഞാനിപ്പോൾ എവിടെ ഉണ്ടാക്കുക? എവിടെയാണ് അതിന് പറ്റിയൊരിടം? ഇവിടെ തന്നെ അവിടെ അത് മതി. നമ്മൾ കുറച്ച് സ്ലാബാക്കി ഇനി ആ സ്ലാബ് കൊണ്ട് അടിക്കണം. ഓക്കെ, ഇവിടെ ഒരു സ്ലാബ് നമുക്കിനി ഇങ്ങോട്ട് 1 2 ഇവിടേക്കും കൂടി ഇങ്ങനെ ഒന്ന് വെച്ച. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ വേണം നമ്മുടെ ഈ കോബിൾ സ്റ്റോൺ ജനറേറ്റർ റെഡിയാക്കാൻ. പക്ഷേ അത് റെഡിയാക്കുന്നതിന് മുമ്പ് നമുക്കത് ചെയ്യാൻ പറ്റുമെന്നറിയില്ല, എന്നാലും നോക്കി നോക്കാം. യൂട്യൂബിലൊക്കെ കണ്ട പരിപാടിയാണ്, എന്നെ പറ്റിക്കുമെന്നൊന്നും അറിയില്ല, എന്നാലും നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത്ര ഐറ്റംസ് ഉണ്ടെങ്കിൽ
നമുക്കൊരു ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സ് ഉണ്ടാക്കാൻ പറ്റുന്നൊക്കെ പറയുന്നുണ്ട്. വർക്കിംഗ് ആണോ അല്ല എന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോഴൊരു ഉറപ്പൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പറ്റിക്കപ്പെടാനുള്ള ചാൻസ് വെരി ഹൈ, റിയലി ഹൈ. ഓക്കെ, ഞാൻ യൂട്യൂബിൽ കണ്ടത് പാളി. നമുക്ക് വേറെ എന്തെങ്കിലും വഴിയുണ്ടോ? ഈ സാധനം എടുത്ത് വെള്ളത്തിനടി വയ്ക്കാൻ പറ്റുമോ? പറ്റില്ല. നമുക്ക് എന്തെങ്കിലും ഒരു സ്റ്റേബിളായിട്ടുള്ള ഒരു ബ്ലോക്ക് അതിൻ്റെ അടിയിൽ വയ്ക്കാൻ പറ്റിയാൽ നമുക്ക് ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സ് കിട്ടും. പക്ഷെ ഒരു സ്റ്റേബിളായിട്ടുള്ളൊരു സാധനം എന്താ ഇപ്പോൾ ഉള്ളത്? സ്റ്റേബിളായിട്ടെന്ന് പറയുമ്പോൾ വെള്ളത്തിൻ്റെ അടിയിൽ സ്റ്റേബിളായിട്ട് നിൽക്കുന്നപ്പോൾ എന്താ? ഈ ഗ്രാസ് ബ്ലോക്ക് ഒന്നും അതിൻ്റെ അടിയിൽ സ്റ്റേബിളായിട്ടൊന്നും നിൽക്കൂല. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. ഇതിൻ്റെ അടിയിൽ ഇല്ലാത്തല്ലോ. ഓ, നിൽക്കൂല അല്ലേ? ഓക്കെ, നെവർ മൈൻഡ്, അത് ഒരു ഫെയിൽ ആയി. എന്നാലും എന്തെങ്കിലുമൊക്കെ വെക്കാൻ പറ്റൂലേ വെള്ളത്തിനടിയിൽ? എന്തെങ്കിലും. ഓക്കെ, നടക്കൂല. ഈ ബക്കറ്റും തിരിച്ചെടുത്ത് ഈ ബ്ലോക്കൊക്കെ നമുക്ക് പൊട്ടിക്കാം. വെറുതെ എൻ്റെ ടൈം ഞാൻ വേസ്റ്റാക്കി. ഞാൻ ഇങ്ങനെ ഒരു പൊട്ടനായി പോയി. ഇത് തൽക്കാലം ഇതിൻ്റെ അകത്തോട്ട് വയ്ക്കുക. ഈ ഐറ്റംസ് കൂടി ഇരിക്കട്ടെ, വെറുതെ റിസ്ക് എടുക്കണ്ട. ഇത് ഇങ്ങോട്ട് വന്നിട്ട് ഒരു മിനിറ്റ്, ഇങ്ങനെ തന്നെയല്ലേ? എനിക്ക് തോന്നി ഈ ഒരു ബ്ലോക്ക് പൊട്ടിക്കണം നമ്മൾ. ഈ ഒരു ബ്ലോക്ക് പൊട്ടിച്ച് കളയണം. അങ്ങനെ തന്നെ. ഇപ്പം ശരി. ഇത് ഇവിടെ വയ്ക്കുക. ഓക്കെ, ഞാൻ ചെറുതായിട്ടൊന്ന് ലേറ്റായി എനിക്ക് തോന്നി. ഞാൻ എന്തായാലും യൂട്യൂബിൽ അത് നോക്കുമായിരുന്നു എങ്ങനെയാണ് ഈ കോബിൾ സ്റ്റോൺ ജനറേറ്റർ റെഡിയാക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ ചെയ്തൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത് ഈ അവിടെ ഒന്നും കൂടി ജസ്റ്റ് ഒരു ബ്ലോക്ക് കൂടെ ഒന്ന് വലുതാക്കണമായിരുന്നു. ഇപ്പം എൻ്റെ ബ്ലോക്ക് സാധനങ്ങളൊക്കെ പോയാണ്, ജസ്റ്റ് മിസ്. ഓക്കെ, എന്തായാലും പൊട്ടത്തരം കാണിച്ചില്ല ഞാൻ. അതിന് മുമ്പേ തന്നെ എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി സ്ലാബ് ഒന്നെടുത്ത്, ഓക്കെ, ഇങ്ങനെ സ്ലാബ് എടുക്കുക. സ്ലാബ് മതി. ഇത് ധാരാളമാണ്. ഇനി ഇതാ ഇവിടെ ഒരു ബ്ലോക്ക് വയ്ക്കുക. ഇങ്ങനെ ഇവിടെ വേറൊരു ബ്ലോക്ക്, ഇവിടെ വേറൊരു ബ്ലോക്ക്. എന്നിട്ട് ഇതൊന്ന് വലിപ്പം കൊണ്ട കറക്റ്റാണല്ലോ അല്ലേ? ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ചെറിയൊരു തെറ്റ് പറ്റിയാൽ എൻ്റെ ലാഭ ബക്കറ്റ്, എൻ്റെ പ്രഷ്യസ് ഐറ്റംസിലൊന്ന്. ഇനി ഇതിങ്ങനെ ഒരു ബ്ലോക്ക് ഇവിടെ ശരിയല്ലോ അല്ലേ? ശരി. ഇങ്ങനെയും കൂടി ഒന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജനറേറ്റർ ഇപ്പോൾ വർക്കാവുന്നതാണ്. തൽക്കാലം വെള്ളത്തിൻ്റെ ബക്കറ്റ് ഒന്ന് ഒഴിക്കുക. ഇവിടെ ഒന്ന് മൂടിയ വെള്ളം അങ്ങോട്ട് അതും കൂടി ഒന്ന് ബ്ലോക്ക് ചെയ്ത്. എവിടെ എന്തൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട് എനിക്ക് മനസ്സിലായി. എവിടെ എന്തൊരു പ്രശ്നം പറ്റി. ഒരു മിനിറ്റ്. ഇത് നമ്മളൊന്നുകൂടി പൊട്ടിച്ച് ഈ ബക്കറ്റിൽ വെള്ളം ഒന്നുകൂടി എടുത്ത് ഒന്നും കൂടി ഒഴിച്ച് നേരെ ഇതിൻ്റെ അടിയിലോട്ട് വെക്കണം. റിസ്ക് എടുക്കാം. ഒന്നിവിടെ ഈ ബ്ലോക്ക് ഇങ്ങനെ ഇവിടെ വെച്ചാൽ, ഇനി ഇതിൻ്റെ അടി വെച്ചാൽ ഓക്കെ പോർക്കായി. ഇപ്പം ശരി. നമുക്കത് വേണ്ട. അവിടെ നമുക്ക് പകരം ഒരു എന്താ പറയാപ്പോൾ, അവിടെ ഒരു സാധനം വെക്കണ്ട, അത്രേ ഉള്ളൂ. ഒരു സംഭവം വയ്ക്കാനുണ്ട്, അത്രേ ഉള്ളൂ. ഇനി ഇതെടുത്ത് ഇത് ഇവിടെ വെച്ച് പോയി. ഇവിടെ വെച്ചാൽ ഇവിടെ നമ്മുടെ കോബിൾ സ്റ്റോൺ ജനറേറ്റർ വർക്കാവും. സോറി, ഇവിടെ അല്ല കേട്ടോ, ഇവിടെയായിരുന്നു വയ്ക്കേണ്ടത്. ഇതൊന്ന് പൊട്ടിച്ച് ഒന്ന് ഇറങ്ങിക്കോട്ടെ. എന്നിട്ട് അയ്യോ എന്താ പറ്റി? ഇനി ഞാൻ ബ്ലോക്ക് പൊട്ടിച്ച് എനിക്ക് ഇൻഫിനിറ്റായിട്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, വർക്കായി. നമ്മളിന്ന് ഇവിടെ ഒരു സ്റ്റോറേജ് റൂമാണ് റെഡിയാക്കാൻ വിചാരിച്ചത്. പക്ഷേ കുഴപ്പമില്ല, നല്ലൊരു വർക്കല്ലേ.
ആണല്ലോ അല്ലേ? ഓ, ഇനിയിപ്പോൾ എനിക്ക് സുഖമായിട്ട് എൻ്റെ ഇത് റെഡിയാക്കാം. ഒരു ഐഡിയ. നമുക്കതാ ഈ ഒരു അങ്ങോട്ട് വയ്ക്കാം നമ്മുടെ സ്റ്റോറേജ് റൂം. അതിൻ്റെ പണി വേണമെങ്കിൽ തന്നെ നമുക്ക് തീർക്കാനും പറ്റും. പക്ഷെ പണി തീർക്കണമെങ്കിൽ നമുക്ക് കുറേ വുഡ് ആവശ്യമുണ്ട്. കാരണം ആ സ്റ്റോറേജ് റൂമിലേക്ക് ചെസ്റ്റ് വെക്കണേ. കുഴപ്പമില്ല, നമുക്ക് ഇതൊന്ന് മൈൻ ചെയ്തെടുക്കാം. എന്തായാലും മൈൻ ചെയ്തെടുക്കാം തന്നെ. ഓക്കെ, ഈ ഒരു കാരണം കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് നമുക്ക് ഒരു സംഭവം ഇട്ടേക്കുണ്ട്. അല്ലെങ്കിൽ ഇത് വെച്ചാൽ മതിയാവും. അത് കത്തിപ്പോവോ? കത്തിപ്പോയിരിക്കണ്ടേ? വേണ്ട, റിസ്ക് വേണ്ട. ഇതും പിന്നെ ഓക്കെ, കറക്റ്റായി. ഇതൊന്ന് ഇവിടേക്ക് കൊണ്ടുവരിക. ഇതിലേക്ക് ഇവിടെയാണ് ഇവിടെ 1 2 ഈ സാധനം എന്തായിരുന്നു എൻ്റെ പേര്? എനിക്കിൻ്റെ പേരറിയത്തോണ്ടാണ് ഞാൻ ഈ സംഭവം എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തായിരുന്നു ഈ ട്രാപ്പ് ഡോർ? അതിനാ ട്രാപ്പ് ഡോർ. എൻ്റെ ഫുഡ് തീർന്നോ? ഇതൊന്ന് ഇങ്ങോട്ട് വയ്ക്കാം. ഈ ഐറ്റംസ് ഒക്കെ ഇതിൻ്റെ അകത്തോട്ട് വയ്ക്കാം. നമുക്കിതൊന്നും ഇപ്പോൾ ആവശ്യമില്ല. ടെമ്പററി യൂസ് ഉള്ളി. അയ്യോ, അത് വേണം. ഇനി ഫുഡ് വെച്ചിട്ട് പോവാം. ഇത് അത്യാവശ്യം നല്ലൊരു ഹെൽത്തി ഉണ്ട്. ഞാൻ ഈ സംഭവം യൂസ് ചെയ്യാറില്ല ഈ മൈൻക്രാഫ്റ്റിലെ. ഓക്കെ, ഒരു ബ്ലോക്ക് കൂടി വയ്ക്കല്ലേ? റെഡി. ഓക്കെ, ഇനി ഒരൊറ്റ സംഭവം കൂടി ചെയ്താൽ പണി കഴിഞ്ഞു. അത് വെറുതെ ഞാൻ പൊട്ടത്തരം ചെയ്യാതിരിക്കാനേ നമുക്കിനി ഈ ബ്ലോക്ക് ഇവിടെ നിന്ന് ഒഴിവാക്കിയേക്കാം. കാരണം അതവിടെ ആവശ്യമില്ല. ഇനി അതന്നെ കാരണം. ഇത് കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഓക്കെ, സെറ്റ്. ഇനി ഈ ബ്ലോക്ക് ഞാൻ മൂടിയേക്കാം. അതേപോലെ അത് ഈ സൈഡിലോട്ടൊന്ന് വന്ന് ഈ ബ്ലോക്കും മുടിച്ചളഞ്ഞ് ഇതിവിടെ ഇതിങ്ങനെ മൂട പിടിച്ചത്. ഇപ്പോൾ ഓക്കെ. ഇനി നമുക്ക് ബാക്ക് ടു ദ ജോബ്. ഓക്കെ, അങ്ങനെ ദേ സ്കൈ ബ്ലോക്കിൽ നമ്മൾ എന്താ സ്വന്തമായിട്ടല്ല എന്നാലും ഒരു കോബിൾസ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കിയിട്ട് ഈ ഒരു സ്കൈ ബ്ലോക്ക് നമ്മളിപ്പോൾ ഇത്രയും റെഡി ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ വെറുതെ ഒന്ന് കാണിച്ചു തരാം. ഇതാ. ഓക്കെ, ഇനി എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരെയില്ല, കടന്നുറങ്ങാം, അത്രേ ഉള്ളൂ. ഓക്കെ, ചെറിയൊരു ലാഗ് എവിടേക്കോ ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്കിനി ഇത് പൊട്ടിക്കാൻ തുടങ്ങണം. പക്ഷെ അതിന് മുമ്പേ ഈ സംഭവം ഒന്ന് റെഡിയാക്കണം, സ്റ്റോറേജ് റൂം. അതിനുവേണ്ടി അത്യാവശ്യം നല്ല എമൗണ്ട് ഈ ഒരു കോബിൾസ്റ്റോൺ നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് അത്യാവശ്യം നല്ല എമൗണ്ട് കോബിൾസ്റ്റോൺ മൈൻ ചെയ്തെടുക്കാം. ഇതെടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. ഈ ഡ്രാപ്പ് ഡോർ വെച്ച് എന്തിനാന്ന് വെച്ചിട്ടുണ്ടോ, എനിക്കിങ്ങനെ ഞെക്കി പിടിച്ചാൽ മതി. അല്ലെങ്കിൽ ഇങ്ങനെ ഞെക്കി പിടിച്ച് വിടണം, എന്നിട്ട് വീണ്ടും ഞെക്കി പിടിക്കണം, വിടണം. അതൊരു പണിയാണ്. ഇനി ഇങ്ങനെ തന്നെ കുറച്ച് നേരം പിടിച്ചേക്കുക. ഓക്കെ, എന്തായാലും 41 കോബിൾസ്റ്റോൺ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി നേരെ പോയിട്ട് സ്ലാബ് ആക്കിയിട്ട് അടുത്തോട്ട് ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക. ഈ ചെസ്റ്റൊക്കെ ഇവിടുന്ന് പെറുക്കുക, അവിടെ കൊണ്ട് വയ്ക്കുക. എൻ്റെ സ്റ്റോറേജ് റൂം റെഡി. ഇതൊന്നും ഇവിടെ വയ്ക്കുക. ഇനി വരുന്ന എപ്പിസോഡുകളിലൊക്കെ ഞാൻ എൻ്റെ ബേസിൻ്റെ കാര്യങ്ങളിലേക്ക് ഇനി കടക്കാമെന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി മൈൻ ചെയ്ത് പോവാം അല്ലേ? അതായിരിക്കും നല്ലത്, കുറച്ചുകൂടി മൈൻ ചെയ്ത് പോവാം. നമുക്ക് എന്തായാലും ഇവിടെ നിന്നൊരു 1 2 3 4 5 6 മതിയോ? 7 ഓക്കെ. ഇതിനെങ്ങനെയും കൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് ഇതിവിടെ വെച്ചാൽ ഇതിവിടെ വയ്ക്കുക. 1 2 3 4 5 പറയാതെ എൻ്റെ മണ്ടയിൽ ഒരു ബ്ലോക്ക് വെച്ചിട്ടുണ്ടാവില്ലേ തോന്നി. തൽക്കാലം പിക്കാക്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൈ കൊണ്ടൊന്ന് ഇടിച്ച് പൊട്ടിക്കുകയാണ്. ഓക്കെ, വെറുതെ കോബിൾസ്റ്റോൺ കളഞ്ഞു. ഗുഡ്. ഇനി ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട്
നമുക്കൊരു അടയാളം വയ്ക്കാം. ഇവിടെ നിന്ന് തുടങ്ങിയെന്ന് നോക്കിയാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് 3 ബ്ലോക്ക് കൂടി വയ്ക്കാം. 1 2 അല്ല 4 വയ്ക്കാം. 4 ഓക്കെ. ഇനി ഇതൊന്ന് ഇവിടെ ഫുൾ എക്സ്പാൻഡ് ചെയ്യണം. ഓക്കെ, ഇതിങ്ങനെ കൊണ്ടുവരിക. അപ്പോൾ ഏകദേശമൊക്കെ റെഡി ആയി വരുന്നുണ്ട്. എനിക്ക് ഇത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. 2 ബ്ലോക്ക് അടുപ്പിച്ച് വരുമ്പോൾ പിന്നെ ബ്ലോക്കാണ് രസം ഉണ്ടാവില്ല. നമ്മളെത്ര 3 ബ്ലോക്കല്ലേ ഇങ്ങോട്ട് വന്നാൽ, അപ്പോൾ 3 ബ്ലോക്ക് അങ്ങോട്ടും പോകണം അല്ലേ. 1 2 3. ഓക്കെ, നമ്മുടെ സ്റ്റോറേജ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. പക്ഷേ അതിന് മുമ്പ് ഒരു കാര്യം കൂടി ചെയ്താൽ ഇത് നമുക്ക് റെഡി ആവുള്ളൂ. അതെന്താണെന്നല്ലേ, ഒരു കൈവരി വെക്കണം നമുക്കിനി. അതെന്തിനാന്നിപ്പോൾ കുറേ ആൾക്കാർ ഡൗട്ട് വന്നിട്ടുണ്ടാവും. കാര്യമൊന്നുമില്ല, ഞാൻ തന്നെ അടിച്ച് വീഴാതിരിക്കാൻ. കാരണം ചെസ്റ്റൊക്കെ എടുത്തിട്ട് വരുമ്പോൾ എങ്ങനെ ഞാൻ വീണ് പോയാൽ, ഇവിടെയും കൂടി വയ്ക്കാം അല്ലേ. റിസ്ക് ഒന്നും വേണ്ട ഇനി തൊട്ട്. ഇവിടം വരെ അല്ലേ. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ച് തുടങ്ങാം. ഓക്കെ, ഇനിയിപ്പോൾ ആ വീഴുന്നുള്ള പേടി വേണ്ട. ഞാൻ ചാടിയാലും അങ്ങോട്ട് പോവില്ല. അത് മതി. ഒരു പിക്കാക്സിന് റെഡിയാക്കാവേ. ഓക്കെ, ഒരു പിക്കാക്സ് കൂടെ എടുത്ത് ബാക്കിയുള്ള ഐറ്റംസ് ഇതേ ഈ ചെസ്റ്റിൻ്റെ അകത്തോട്ട് ഒന്ന് വെച്ചാൽ ഇതൊന്ന് വെക്കട്ടെ. ഓക്കെ, സെറ്റ്. വീണ്ടും ഇത് പൊട്ടിക്കുന്ന പരിപാടിയിലേക്ക്. ഓക്കെ, എന്തായാലും ഇതാ ഒരു സ്റ്റാക്ക് കോബിൾ സ്റ്റോൺ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ തിരിച്ച് പോയിട്ട് ഈ ഒരു സ്ലാബ് കുറച്ചെണ്ണം കൂടി നമുക്ക് ക്രാഫ്റ്റ് ചെയ്യായിരുന്നു. വേഗം വരിക, ഇതിലേക്ക്. എനിക്ക് ഈ ക്രാഫ്റ്റിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ജാവന് ഇഷ്ടം. കാരണം അവരുടെ ഷിഫ്റ്റ് ഒക്കെ പിടിച്ചിട്ട് ഇതിലേക്ക് ഒറ്റയടിക്ക് ഐറ്റംസ് മൊത്തം നമ്മുടെ ഇൻവെൻറ്ററിയിലേക്ക് വരും. പക്ഷേ ബെഡ് റോക്കിൽ അത് വർക്കാവില്ല. അതൊരു വെരി സാഡ് മൊമെൻ്റ് ആണ് ഫോർ ബെഡ് റോക്ക് പ്ലേസ്. എന്തായാലും ഇങ്ങനെ വെച്ച് ഇങ്ങനെയല്ല, ഇതൊന്നും നമുക്ക് പൊട്ടിച്ചെടുക്കണം. ഇതിങ്ങനെ ഒന്ന് വെച്ച് ഈ അടിയത്തെ ബ്ലോക്ക് ഒന്ന് പൊട്ടിച്ചടഞ്ഞ് ഇതിവിടെ വെച്ച് അപ്പം ശരി. ഇനി ഇതും കൂടി പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് എക്സ്പെൻഡ് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. അതേപോലെ ഈ ഭാഗം കൂടി ഇന്ന് റെഡിയാക്കാം. എൻ്റെ സ്വഭാവമായതുകൊണ്ട് എപ്പോഴാണ് വോയിഡിലേക്ക് പോകുന്നതെന്ന് എനിക്ക് തന്നെ ഒരു ഉറപ്പില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പരിപാടി ചെയ്യുന്നത്. ഞാൻ ചിലപ്പോൾ വലിയ ഷോ ഒക്കെ ഇറക്കും, അപ്പോൾ ഞാൻ നേരെ പോകുന്ന വോയിഡിലേക്കായിരിക്കും. അങ്ങനെയൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോഴേ ഈ സംഭവം ഒന്ന് റെഡിയാക്കി വയ്ക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ കാര്യം തീരുമാനമാവും. ഓക്കെ ഓക്കെ, ഇവിടെ വരല്ലേ. ഈ ഒരു ബ്ലോക്ക് കൂടെയാണല്ലോ. ഓക്കെ, എന്തായാലും ഇവിടെയാണ് ഞാൻ എൻ്റെ സ്റ്റോറേജ് റൂം റെഡിയാക്കാൻ പോകുന്നത്. ഇവിടെ മതിയാവുമല്ലോ അല്ലേ. എന്തായാലും ഇവിടെ നിന്നൊന്നും ഇങ്ങോട്ട് വരുന്നു പേടിക്കണ്ട. എന്തായാലും ഇത്ര റെഡി ആയ സ്ഥിതിക്ക് ഇത് ഞാൻ എന്തായാലും ഭാവിയിൽ പൊട്ടിച്ചു വരും, ഉറപ്പുള്ള കാര്യമാണ്. ഈ ആളെ നമുക്ക് എന്തായാലും ഭാവിയിൽ പൊട്ടിച്ചു വരണം. ഇത് എന്നിട്ട് വലിയൊരു ഐലൻഡ് ആക്കിയിട്ട് ഇത് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കൊണ്ടുപോയി വെക്കണം. ഇവിടേക്ക് എന്നിട്ട് വേറെ കുറേ ഫാമും വെക്കണം. എന്തായാലും ഇത്ര സ്ഥിതിക്ക് നമുക്ക് ആ ചെസ്റ്റും കൂടി ഉള്ള ചെസ്റ്റൊക്കെ ഒന്ന് ക്രാഫ്റ്റ് ചെയ്യാം. നമുക്ക് എൻ്റെ പിക്കാക്സ് ഒന്ന് എടുത്തേക്കാം. എനിക്ക് തെറ്റിപ്പോണു എൻ്റെ ആക്സ്. ഈ ബാരൽ വെക്കണോ? എന്താണ് ഇതിന് സ്പെഷ്യൽ പേരൊക്കെ? ഈ ബാരലിലൂടെ നമുക്ക് എടുത്തേക്കാം അല്ലേ. ആ ബാരലിലൂടെ
ഇതെന്തോ ഓരോ ബാരലിനും ഓരോ പേരാണോ? ഈ ബാരൽ ഇവിടെ ഇരിക്കട്ടെ, ഇതിങ്ങനെ വന്നിട്ട് ഇതിവിടെ ഇരിക്കട്ടെ. അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആർമറോ കാര്യങ്ങളൊക്കെ വെക്കാം. പിന്നെ ഈ വുഡൊക്കെ നമുക്കിനി എടുക്കാം. നമുക്ക് കുറച്ചധികം ചെസ്റ്റിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ ആയിട്ടുണ്ട്. ഓനോ അവിടെ ഞാൻ ആ കൈവരി വെച്ചിട്ട് അതിൻ്റെ മണ്ടേ കൂടെ ചാടിപ്പിച്ചത്. എൻ്റെ ചെസ്റ്റ് മൊത്തം പോയി കിട്ടി. പക്ഷെ ഞാൻ എങ്ങനെ എൻ്റെ മണ്ടേ കൂടെ ഇവിടുന്ന് തനി അത് അങ്ങനെ ചാടിപ്പോയി? അതെങ്ങനെ? ഇവിടെ എന്തോ ഒരു ഇൻവിസിബിൾ ബ്ലോക്ക് വന്നപ്പോ നോ, എൻ്റെ വുഡും എൻ്റെ അയൺ പിക്കേഴ്സും ഒക്കെ പോയി കിട്ടി. കുഴപ്പമില്ല, ഞാൻ റിട്ടേൺ വരും കുഴപ്പമില്ല. ആ വുഡ് പോയതാണ് പ്രശ്നമായത്. ഞാൻ ഇന്ന് തന്നെ ഇത് റെഡിയാക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു. ഇനി സോംബി എന്നിട്ട് അതിൻ്റെ അടി കൊണ്ട് ചാവാൻ വയ്യ. കുറച്ച് ടോർച്ച് അതുമല്ലേ, ടോർച്ചില്ലെങ്കിൽ ഞാൻ പെട്ട് ചത്ത് ഉറപ്പ്, നോ ഡൗട്ട്. ഓക്കെ, വേഗം പോവാം. തൽക്കാലം ഈ ബാരലിൻ്റെ മണ്ടയിലോട്ട് ഈ ടോർച്ച് അങ്ങ് വെച്ചേക്കാം. എന്നാലും ഞാൻ എങ്ങനെയാണ് താഴെ പോയത്? എന്നോട് ഒരു ഐറ്റം ഉണ്ടായിരുന്നില്ല തിരിച്ചു വരാൻ. പോയത് പോയി, ഞാൻ വരും എന്തായാലും. ഈ എപ്പിസോഡിൽ എനിക്കിത് കംപ്ലീറ്റ് ആക്കാൻ പറ്റും തോന്നുന്നില്ല, കാരണം എൻ്റെ അടുത്ത് അതിനുള്ള വുഡൊന്നുമില്ല. ഞാൻ തൽക്കാലം ഒരു ഐഡിയ, അടുത്ത എപ്പിസോഡിൽ ഞാൻ വരുമ്പോഴേക്കും ഈ സ്റ്റോറേജ് റൂം ഞാൻ റെഡിയാക്കി എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്തോട്ട് വെച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കുഴപ്പമില്ല, ഐറ്റംസ് പോകാണ്ടത് പോവും ഉറപ്പാണ്. പക്ഷേ എത്ര പെട്ടെന്ന് പോകുന്നു ഉദ്ദേശിച്ചില്ല എന്തായാലും. പക്ഷേ എനിക്ക് അറിയണ്ടായിരുന്നില്ല വയസ്സ്, ഞാൻ ഇങ്ങനെ വെച്ച് ഇങ്ങനെ നടന്നാൽ തനി എൻ്റെ മണ്ടയിലോട്ട് വരുന്നത്. എന്തൊരു കഷ്ടമാണ്. എൻ്റെ എല്ലാ ഐറ്റംസും അതിൻ്റെ ഒപ്പം പോയി. അയ്യോ, ഞാൻ ബക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നോ? എൻ്റെ കയ്യിൽ ബക്കറ്റ് 2 ബക്കറ്റ് സേഫാണ്. എന്തായാലും കുഴപ്പമില്ല, ഞാൻ വരും, ഞാൻ കമ്പാക്ക് അടിക്കും ഉറപ്പാ. ഈ ഗെയിമിന് എന്നെ തീരെ ഇഷ്ടമല്ലെന്ന കാര്യം എനിക്ക് നല്ലപോലെ അറിയാം. പക്ഷേ ഞാൻ വിട്ടുതരാൻ ഞാൻ റെഡിയല്ല. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് തൽക്കാലം ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. എൻ്റെ ഐറ്റംസ് എല്ലാം പോയിലോട്ട് പോയി. ഞാൻ ഒരാളെ വടിയായി. ഒരു നല്ല ദിവസം അല്ലാത്തൊരു എപ്പിസോഡ്. നല്ല ദിവസം അല്ലാന്ന് പറയാൻ പറ്റില്ല, കാരണം ഞാൻ ആ കോബ്സ്റ്റോൺ ജനറേറ്റർ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത്ര തന്നെ ഉള്ളൂ. എന്തായാലും നാളെ ഞാൻ അവിടെ ഒന്ന് റെഡിയാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഗുഡ് ബൈ, എല്ലാവരും ഹാപ്പിയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബൈ ബൈ.